ജോർജ് ജോസഫ് ഇവിടെ ഇവിടെ ഒരു ട്യൂഷൻ സെന്ററിൽ എന്താണ് ഈ പറഞ്ഞ ഫെയർവെൽ എന്നുള്ള പരിപാടി? ആ പരിപാടി എന്ന് പറഞ്ഞാൽ ഭീകര പരിപാടിയാണ് കേട്ടോ. വലിയ DJ ഒക്കെ ഇട്ട ഒരു ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ് പിള്ളേരുടെ ഫെയർവെല്ലിൽ ഇത്ര വലിയ പരിപാടി വേണോ എന്ന സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അത് പറഞ്ഞ തന്തവേവ എന്ന് പറയും. പോട്ടെ, ആ പരിപാടി നിയമവിരുദ്ധമൊന്നുമില്ല. ആ പരിപാടിയിൽ ഒരു നൃത്തം, ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം കളിക്കുന്നതിനിടെ അറിയാതെ ഫോൺ ഓഫായി പോകുന്നു, പാട്ട് നിൽക്കുന്നു, ആ നൃത്തം സ്റ്റേജിൽ ഒരു എംബ്രാസ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ പിള്ളേർ കൂവുന്നു. കൂവിയില്ലെങ്കിൽ കുട്ടികളാണോ? ഒരു കൂവൽ ഉണ്ടാകുന്നു, അതിനെ തുടർന്ന് കശപശ ഉണ്ടാകുന്നു. അവിടെ തീരേണ്ട ഒരു സംഗതി. അതിനുശേഷം യുവമാർ വന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ആ ഗ്രൂപ്പിൽ അടിക്കണം എന്ന പ്ലാനിങ് ഉണ്ടാകുന്നു. അതിൽ നെഞ്ചക്കിൻ്റെ അതിൽ പഠിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട മാരകായുധങ്ങളുടെ ചിത്രം അടക്കം ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. അതിനുശേഷം പോയി അടിക്കുന്നു. എന്നിട്ട് അടിച്ച ശേഷം കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. കൂട്ടമായി ഒരാളെ അടിച്ചു വന്നാൽ കേസൊന്നും ഉണ്ടാവത്തില്ല എന്ന് വേറൊരുത്തം പറയുന്നു. ശ്രീ ജോർജ് ജോസഫ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? നമ്മളിത് ആദ്യമായി ഞാൻ ചോദിക്കുന്നതോ ആദ്യമായി അങ്ങ് പറയുന്നതോ അല്ല, എങ്കിൽ കൂടിയും ചോദിക്കുകയാണ് ഞാൻ വീണ്ടും. അല്ല, എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ രീതിയിൽ മാനസികമായി ആ ഒരു വയലൻസിന് തയ്യാറാകുന്നത്? 7ലും 8ലും 9ലും 10 കുട്ടികളാണിത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കൈമാറുകയാണ്. മറ്റവനെ തകർക്കണം, ഇവനെ തകർക്കണം, അതിനുള്ള കരുതൽ വേണം, അതിനുള്ള സാധനങ്ങൾ വേണം. ഇത് വളരെ ഈസിയാണ്. കുട്ടികൾക്ക് എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ടല്ലോ. ഇപ്പോൾ 10ാം ക്ലാസ് വരെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, വീട്ടിലുള്ളവരുടെ മൊബൈൽ എടുത്ത് മാത്രമേ ചെയ്യാവുള്ളൂ. പക്ഷേ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്, അറിയാതെയും പിടിക്കാതെയും വീട്ടുകാരെ അറിയാതെയൊക്കെ. അപ്പോൾ ആ മൊബൈലിൽ കൂടെ യുവന്മാർ നമുക്കൊരാളെ കണ്ടു പറയേണ്ട ആവശ്യമില്ല, എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തരും കരുതുകയാണ്, ആയുധങ്ങൾ അവന്മാർ കരുതുകയാണ്. സ്കൂളിലെ 8ലും 9ലും 10 കുട്ടികളെ ഒരു ഏറ്റുമുട്ടലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. ആ കുട്ടികൾ അങ്ങോട്ട് വയലൻസിലോട്ട് പോകാനായിട്ട് വളരെ ഹാപ്പിയാണ് ആ കൊച്ചുങ്ങൾക്കല്ല. അത് എവിടുന്നാണ് പഠിക്കുന്നത്? അതല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഇതൊക്കെ പഠിക്കുന്നത് എവിടുന്നാണ്? കണ്ടുപിടിക്കുന്നതാണ്. ഈ നഞ്ചക്ക് ഇതുപോലുള്ള ആയുധങ്ങൾ ചുറ്റികയൊക്കെ സംഘടിപ്പിക്കുന്നത് ആ കുട്ടികൾക്ക് അത് വിനോദമാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ദൈനംദിനമായി കാണുന്ന സിനിമയിൽ, ഡിജിറ്റൽ സിനിമയിലൊക്കെ ഇതൊക്കെ തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഈ കുട്ടികൾ ഈ രീതി പോയത്. ഇതിനകത്ത് കുട്ടികളുടെ മേൽ യാതൊരു കൺട്രോളും സാറുമാർക്കില്ല, കോളേജുകാർക്കില്ല, സ്കൂളുകാർക്കില്ല, പേരൻസിനുമില്ല. 6 കഴിഞ്ഞ് എന്തിനാണ് കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കുന്നവർ? ഏത് വീട്ടിലായാലും കുട്ടികൾ 6 മണിക്ക് കൂടെ അണയണമല്ലോ, വീട്ടിനകത്ത് വരണമല്ലോ. അവരെന്തിനാ ഈ ഇരുട്ടത്ത് ഈ രാത്രിയിൽ എല്ലാവരും വിളിക്കുമ്പോൾ അവരുടെ ബൈക്കിൻ്റെ കൂടെ പുറകെ കൂടെ പോവുക? നമുക്ക് ഇവിടുത്തെ അറിയാമല്ലോ, നമുക്ക് വെഞ്ഞാറമൂട്ടിൽ അവൻ രാത്രിയാകുമ്പോഴാണ് ഇറങ്ങുന്നത്. അവൻ 15 വയസ്സ് മുതൽ അവൻ 2 വീലറിൽ രാത്രി ഇറങ്ങുകയാണ്. കുട്ടികളെല്ലാം എന്താണ് ഈ രാത്രി പോകുന്നത്? അത് ലഹരി അടിക്കാൻ പറ്റും, ആരും ചോദിക്കാനില്ല. അവിടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. ഈ പയ്യനെ വീട്ടിലെ കൂലിപ്പണിക്കാരൻ്റെ മകനാണ്, അവൻ വീട്ടിൽ ഇരുന്നവനാണ്, അവൻ നല്ലതായിട്ട് പഠിക്കുന്ന പയ്യനാണ് 10ൽ. അപ്പോൾ അവനെ വിളിച്ചോണ്ട് പോയത് ആരാണ്? അത് ആ കൂട്ടുകാരുകളെ ചേർന്നിട്ട് എതിർ ഗ്രൂപ്പിനെ അടിക്കാൻ കൊണ്ടുപോവുകയാണ്. അവരും തയ്യാറെടുത്തിരിക്കുകയാണ്. അതൊരു പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്ററിന് എന്തിനാണ് ഇത്ര ആഹ്ലാദം? ഈ DJ പാർട്ടി പോലെ കേരളത്തിലെ സ്കൂളും കോളേജുകളും മുഴുവൻ ഇത് ആദ്യമായിട്ട് നിർത്തണമെന്നാണ് ഞാൻ പറയണത്. എല്ലാ സ്കൂളും കോളേജുകളും 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷവും ലഹരിയും അതിനൊക്കെ അധ്യാപകരും കൂട്ടു നിൽക്കുകയാണ്. അതെന്തോ സന്തോഷകരമായ, പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നല്ലോ. അതൊക്കെ കേരളത്തിലെ എല്ലാ സ്കൂളിലും ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്നവർക്ക് ഒരു പാർട്ടി ആഘോഷം, അവരെ സെൻഡ് ഓഫ്, അതൊക്കെ നിർത്തണം. ഇതൊക്കെ ലഹരിയുടെ ബേസിലാണ്. അതുകൊണ്ട് അതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അത് സംഘടിപ്പിക്കുന്ന സ്കൂളും കോളേജിലെ അധ്യാപകർക്കെതിരായിട്ട് നടപടി വേണമെന്നാണ് ഞാൻ പറയണേ. അവരെന്തിനാണ് ഇത് കൂട്ടു നിൽക്കുന്നത്? ഇപ്പം തന്നെ ഒറ്റപ്പാലത്ത് നിന്നൊരു സംഭവം വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. ആ കുട്ടിയെ അടിച്ചിട്ട് അതിന് ഗുരുതരാവസ്ഥ ഇപ്പം കിടക്കുകയാണ് ഒറ്റപ്പാലത്ത്. പാലക്കാട് ഒറ്റപ്പാലത്ത് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ. അത് സ്കൂൾ കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ മൂക്ക് 1.5 ഇഞ്ച് താന്നുപോയി. ഇതൊക്കെ എവിടുന്നാണ് പഠിക്കുന്നത്? ഇതൊക്കെ ഡിജിറ്റലായിട്ടുള്ള അറിവ് അവർക്ക് ഇത് ഓരോ വൈറ്റലായ ഭാഗത്തെപ്പറ്റി നല്ലതായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിയമത്തെപ്പറ്റി യാതൊരു പരിജ്ഞാനവും ഇല്ല. അതുപോലെ സിനിമയിലെ മാർക്കോ കീർക്കോ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഇത് തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സ്കൂളിൽ നല്ലൊരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകുള്ളൂ എന്ന് തോന്നലാണ്. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ആ വാഴച്ചൽ ഉണ്ടായ സംഭവം നമുക്കറിയാമല്ലോ. തിരുവനന്തപുരം വാഴച്ചിലുണ്ടായ താഴെ വീണ് കിടക്കുന്ന കുട്ടിയെ നെഞ്ചത്തും കഴുത്തിനും തലയിലും ചവിട്ടുകയാണ് മറ്റു കുട്ടികൾ. അത് എവിടുന്ന് പഠിക്കുന്നതാണിത്? ഇതൊക്കെ വൈറ്റൽ ഏരിയ അല്ലേ? ഇതേപ്പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടോ? ഇതേപ്പറ്റി സാറുമാർ പറയുന്നുണ്ടോ? അത് ആ സിനിമയിൽ കണ്ട അതേ റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ കുട്ടികൾ. അപ്പോൾ വാഴച്ചില്ല അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ പാലക്കാട്ടൊരു കുട്ടിയുടെ മൂക്കിടിച്ച് ആ കുട്ടി ഇപ്പോഴത്തെ ഈ പയ്യൻ മരിച്ച പോലെ വളരെ ഗുരുതാവസ്ഥയിൽ കിടക്കുകയാണ് ഇപ്പം. അപ്പോൾ ഓരോ ദിവസം അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്ററിലെ
അവർക്ക് എന്തിനാണ് ഇത്ര ആഘോഷം? അതൊക്കെ ആളെ പിടിക്കാനും ആള് കൂട്ടാനും പണം സമ്പാദിക്കാനും മാർഗമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് എല്ലായിടത്തും താങ്കൾ പറഞ്ഞ സംഭവം വിദ്യാധിരാജ ITIയിലാണ്. വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് തകർത്തു. സഹപാഠിയായ കിഷോർ സാജനെ പുറകിലൂടെ വന്ന് കഴുത്തു ഞെരിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിലടക്കം മർദ്ദിക്കുകയും ചെയ്ത